യെസ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സാന്ദ്രലയം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് പ്രിയ ഫിലോമിനാജിയെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മൾ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പം പ്രൈമറി സ്കൂളിൽ പാടിയ പാട്ട്, അത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ഒരു കേൾവിയില്ലാതെ പോയായിരുന്നു. ഇപ്പം എനിക്കത് തിരിച്ചു കിട്ടിയപ്പോൾ ഞാനത് കിട്ടിയപ്പം തൊട്ട് ഓർക്കുന്നു ഇതിൽ പാടണമെന്ന്. നിങ്ങളും പാടിക്കാണുമില്ല. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ടസംസർഗം വരാതെയാക്കിയിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാവമേ എന്നെ നീ കാക്കുമാറാകണം. താങ്ക് യു. ഓക്കെ. 30 സെക്കൻഡ് പോലും ഞാൻ എടുത്തില്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിന്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായി പ്രിയ ഗീതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സാംസ്കാരിക സന്ധ്യയിലെ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കൂട്ടിനിർത്തുന്ന സംസ്കാരം, നമ്മുടെ ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് നടത്തുന്ന ഈ സാന്ദ്രലയം തുടരുകയാണ് നമ്മള്. അപ്പൊ ഇതിലേക്ക് എന്റെ കർത്തവ്യം സ്വാഗതം പറയാണ്. അതിമനോഹരമായ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രാർത്ഥനാ ഗീതം പാടിയ ഫിലോമിനാജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അധ്യക്ഷ പ്രസംഗം നടത്താൻ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ കോർഡിനേറ്ററും രക്ഷാധികാരിയും ഒക്കെയായ നമ്മുടെ ശ്രീ ജേക്കബ് സാറിനെ ഞാൻ ഹൃദയപൂർവ്വം ഇതിലേക്ക്, ഈ സായം സന്ധ്യയിലേക്ക്, നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് സംഭവകഥയുമായി എത്തുന്നു. അത് വളരെ ആങ്സൈറ്റിയാണ്, എന്ത് സംഭവമാണ്, അത് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. അങ്ങനെ പറയാനിരിക്കുന്ന രാധാജിക്ക് വേണ്ടി, നമ്മുടെ രാധുവിന് വേണ്ടി നമ്മുടെ ഒരു പ്രത്യേക സ്വാഗതം ഈ ഗ്രൂപ്പിലേക്ക്, ഇപ്പോൾ ഈ വേദിയിലേക്ക് ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ അകവും പുറവും, നമ്മൾ കാണുന്നതല്ല പുറമെ എന്നുള്ള ഒരു, എനിക്ക് അർത്ഥം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു അകവും പുറവുമായി എത്തുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജോഷി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ രുചിക്കൂട്ടുമായി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൊഞ്ചത്തിക്കുട്ടി ഹമീദാജിയെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കഥാപരിചയം, കഥയുടെ ആശാൻ, അല്ലെങ്കിൽ കഥ വായനയിലും പരന്ന വായനയുള്ള എല്ലാത്തിനെ കുറിച്ച് പ്രത്യേക ജ്ഞാനമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ പ്രിൻസിപ്പാൾ എന്ന് പറയാം, നമ്മുടെ ഹെഡായ പ്രദീപ് ജിയെ സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു കഥ പരിചയപ്പെടുത്തുന്നതിനായിട്ട്. പിന്നെ നമ്മുടെ സുനിത അജയൻ സുനിക്കുട്ടിയെ കവിത ആലപിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ധ്യാനകഥയുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹരിഭയ്ക്ക് പ്രത്യേക സ്വാഗതം നൽകുകയാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഗാനകോകിലൻ ആയി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാസി സാറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ ഇതെല്ലാം കേട്ട് അതിനൊരു ഫീഡ്ബാക്ക് തന്ന് എല്ലാവർക്കും നന്ദി പ്രകാശനം ചെയ്യാനിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനോദ സാറിനെയും ഈ വേദിയിലേക്ക്, പാട്ടുമുണ്ട് അതിന്റെ കൂടെ അല്ലേ, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കലയും ചിന്തകളും ഒത്തുചേരുന്ന ഈ മനോഹരമായ സാംസ്കാരിക സന്ധ്യയിലേക്ക് ഇവിടെ ശ്രോതാക്കളായി നിൽക്കുന്ന എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. നല്ല ഒരു സ്വാഗത പ്രസംഗമായിരുന്നു. വീണ്ടും അടുത്തത് എൻ്റെ ഒരു ചെറിയ പ്രസംഗമാണ്. അതിനായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ
ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ഈ സമയം മാറ്റിവെച്ച് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും പങ്കെടുക്കുന്നത് നമ്മുടെ ഒരു വലിയ കരുത്താണ്. ഓരോരുത്തരുടെയും ഈ സാന്നിധ്യവും സഹകരണവും ഈ ഓരോ പ്രോഗ്രാമിന് ഒരു പ്രചോദനവുമാണ്. ഇനി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്കും അതൊരു പ്രചോദനമാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് പലവിധമായ വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും അവസാനമില്ലാത്തതുപോലെ നമുക്ക് തോന്നാം. എന്നാലും പ്രത്യാശ കൈവിടാതെ അല്ലെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ ഓരോ ദിവസവും നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകുന്നവരാണ്. ഇന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നാളെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കണ്ടുവരുന്നത്. നമുക്ക് ഒരു 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 ചെറിയ കഥ ഞാൻ പറയാം. ഒരു ഗ്രാമത്തില് ഒരു കർഷകൻ, ഒരു വയോധികനായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. കനത്ത വരൾച്ച മൂലം അയാളുടെ കൃഷിയിടം മുഴുവനായിട്ട് നശിച്ചു. അപ്പൊ ഒരു സുഹൃത്ത് ആ പ്രായം ചെന്ന ആ കർഷകനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും എന്ന്. അന്നേരം അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മഴ പെയ്യാതിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല, പക്ഷേ പ്രതീക്ഷ കൈവിടാതിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തു, നിലം വീണ്ടും പച്ച പിടിച്ചു, കർഷകന്റെ ആ പ്രതീക്ഷ വിജയിച്ചു. അതിൽ നിന്ന്, ആ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും പ്രതീക്ഷ കൈവിടാതിരുന്നാൽ പോസിറ്റീവായിട്ട് തന്നെ എല്ലാം നടക്കും. ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ കാലാവസ്ഥ ഏതാണ്ട് തീരുന്ന ഒരു ലക്ഷണമാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനൊരു അറുതി ഉണ്ടാവും, സമാധാനം വരും എന്നെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ആ ഒരു നല്ല നാളെയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യക്കാർക്ക് എത്രയോ കെടുതികളാണ് വന്നിരിക്കുന്നത്. ഈ അടുത്ത ഇന്നലെയോ മെനിഞ്ഞാന്നോ ഒക്കെ ഒരു കപ്പലിൽ ഉള്ള ഇന്ത്യക്കാര് മരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. നമുക്ക് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരവും ഈ അടുത്ത സമയങ്ങളിൽ തന്നെ ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള കൂട്ടായ്മകളാണ് നമ്മള് കുറെ കൂടെ നമ്മുടെ ഒരുമ ഉണ്ടാകുന്നത്. അതിനായിട്ട് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നിടാം. ഹൊർമീസ് കടലിടുക്ക് എല്ലാവർക്കും തുറന്നിടാൻ ഇരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളും നമുക്ക് തുറന്നിടാം. സ്നേഹവും കരുതലും ഒക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് ഈ സുന്ദരമായ സായാഹ്നം കുറെ കൂടി മധുരതരമാകുന്നത്. അപ്പൊ എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാകാനും കൂടുതൽ പേര് ഈ സാന്ദ്രലയം പ്രോഗ്രാമില് പങ്കെടുക്കുവാനും ഒക്കെ ഇടയാകട്ടെ. മനുഷ്യരായി ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒരുമിപ്പിക്കാം. പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രത്യാശയുടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം. നല്ല നാളുകൾ നമ്മെ കാത്തിരിക്കുന്നു. വരും നാളുകൾ നല്ലതാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ഇനി അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കാർ ജീവനത്തിന്റെ അവസാനം റിട്ടയർ ചെയ്ത് നല്ല ഒരു കുടുംബിനിയായി, നല്ല ഒരു ഭാര്യയായി ഒക്കെ ജീവിക്കുന്ന നമ്മുടെ പ്രിയ രാധാജി ഒരു സംഭവ കഥയുമായി വരുന്നു. വെൽക്കം രാധാജി. എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേരുന്നു. ഞാനൊന്ന് എഴുതി വായിക്കുക, എനിക്ക് പോയിന്റ്സ് ഒക്കെ വിട്ടുപോയാലോ എന്ന് വെച്ച്. ഓക്കെ. 2004 ഡിസംബർ 26 എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിനമായിരുന്നു അത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തയായിരുന്ന എൻ്റെ അമ്മായിയമ്മ
കുറച്ചു നാളായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അമൃതപുരിയിൽ പോയി അമ്മയെ ഒന്ന് കാണണമെന്ന്. ഒരു അവധി ദിവസം നോക്കി അമ്മയും ഞാനും എൻ്റെ നാത്തൂനും ചിറ്റപ്പൻ ചിറ്റമ്മ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയും കുഞ്ഞും ഇത്രയും പേർ കൂടി ഒരു വണ്ടിയെടുത്ത് അതിരാവിലെ അമൃതപുരിയിലേക്ക് പുറപ്പെട്ടു. രാവിലെ ആശ്രമത്തിലെത്തി ദർശനത്തിനായി ടോക്കൺ എടുക്കാൻ നിന്നപ്പോൾ മുതൽ അവിടെ എങ്ങും ഒരു ആശങ്ക പരന്നിരിക്കുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു. 20,000 പേരാണ് അന്ന് ദർശനത്തിനായി എത്തിയിട്ടുള്ളത് എന്നറിഞ്ഞു. വൈകിട്ട് നേരം വൈകിയാലും സാരമില്ല, അമ്മയെ കണ്ട് തന്നെ പോകാമെന്ന് ഞങ്ങളും കരുതി. ചില ആശ്രമ അന്തേവാസികൾ സംസാരിച്ചതിൽ നിന്ന് ഇന്നത്തെ ദർശനം നടക്കുമോ എന്ന് അമ്മ സംശയം പറയുന്നുണ്ട് എന്നോ മറ്റോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും വേണ്ടില്ല, വൈകിട്ട് വരെ ആശ്രമത്തിൽ ചിലവഴിക്കുക തന്നെയെന്ന് ഞങ്ങളും നിശ്ചയിച്ചു. ഞാൻ അവിടെ നേരത്തെ പോയിട്ടുള്ളതിനാൽ കൂട്ടുകാരിയെയും നാത്തൂനായ കാഞ്ചനയെയും വിളിച്ച് കടൽ കാണാനായി കടൽ തീരത്തേക്ക് പോയി. അവിടെ എങ്ങും ഒരു മൂടി കെട്ടിയ അന്തരീക്ഷം. സമീപവാസികളായ മുക്കുവർ അവിടെ നിന്ന് അടക്കം പറയുന്നുണ്ട്. എന്തോ ഒരു അസംഭാവ്യത തോന്നി. അവിടെ നിന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു, രാവിലെ മുതൽ കടൽ കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത. കടൽ ഇറങ്ങി പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ഏതായാലും ഇവിടെ നിൽക്കണ്ട, ആശ്രമത്തിലേക്ക് തന്നെ പൊയ്ക്കോളൂ എന്ന്. ഇത് കേട്ട് ഞങ്ങൾ പതുക്കെ നടന്ന് കടൽക്കരയോടടുത്തുള്ള ആശ്രമത്തിലെ ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതുവഴി വന്ന ആശ്രമത്തിലെ ഒരു ബ്രഹ്മചാരിണി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അമൃതവാണി മാസികം അടക്കാൻ പ്രസ്സിൽ വരെ ഒന്ന് വരുമോ എന്ന്. സാധാരണയായി ആശ്രമം സന്ദർശിക്കുന്ന ഭക്തരെല്ലാവരും എന്തെങ്കിലും ഒരു സേവനത്തിൽ ഏർപ്പെടുക അവിടെ പതിവാണ്. ചിലർ അടിച്ചുവാരും, ചിലർ കറികൾക്കരിയും, പശുത്തൊഴുത്ത് വൃത്തിയാക്കും, ആശ്രമത്തിലെ പ്രസിദ്ധീകരണമായ മാതൃവാണി പ്രസ്സിൽ സഹായിക്കും, അതുപോലെ പലതും. ഞങ്ങൾ ഉടനെ തന്നെ ഒരു പഴയ 2 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെത്തി. അവർ പറഞ്ഞതനുസരിച്ച് പ്രിന്റ് ചെയ്തു വരുന്ന മാതൃവാണി താളുകൾ ക്രമമായി അടുക്കി പുസ്തക രൂപത്തിലാക്കി കൊണ്ടിരുന്നു. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ താഴെ നിന്ന് എന്തോ ബഹളം കേട്ട് അന്തേവാസികൾ താഴോട്ട് ഓടുന്നു. ഞങ്ങളെല്ലാം കാര്യമന്വേഷിക്കാൻ ജനലിനടുത്തേക്ക് ഓടിപ്പോയി. കടൽ ശക്തിയായി ആഞ്ഞടിക്കുന്നു, വെള്ളം കയറി വരുന്നു എന്നുള്ള മുറവിളികൾ അപ്പോഴേക്കും കേൾക്കാറായി. ഞാൻ ഉടനെ തന്നെ കൂടെയുണ്ടായിരുന്നവരോടായി അല്പം അറിവുണ്ടെന്ന ഭാവത്തിൽ പറഞ്ഞു, ഓ, ഇതിലെന്താ പേടിക്കാനുള്ളത്? 12 മണി കഴിഞ്ഞില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ വേലിയേറ്റവും വേലിയിറക്കവും എന്നൊക്കെ. ആ പ്രതിഭാസമാണിത്. ഉച്ചയോടെ കടൽ വെള്ളം വേലിയേറ്റത്തോടെ കയറും, അതേപടി ഇറങ്ങുകയും ചെയ്യും എന്നൊക്കെ. നോക്കി നിൽക്കെ കടൽ വെള്ളം അതാ ഒരു വലിയ പർവ്വതം അടിച്ചു വരുന്നത് പോലെ ആശ്രമത്തിന്റെ കൂറ്റൻ ഉയർന്ന മതിലിനെയും കടന്ന് ഗേറ്റും തട്ടിമറിച്ച് കടന്നു വരുന്നു. ആളുകൾ പരിഭ്രാന്തരായി ഓടി അമ്പലത്തിനുള്ളിലെ പ്രേയർ ഹാളിലേക്കും മറ്റുയർന്ന കെട്ടിടങ്ങളിലേക്കും ഓടിക്കയറുന്നു. എങ്ങും കരച്ചിലും ബഹളവും മാത്രം. ഞങ്ങൾ നിൽക്കുന്ന 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയും മുങ്ങിക്കഴിഞ്ഞു. എങ്ങോട്ട് പോകും? മുകളിലേക്ക് നിലകളില്ല. താഴേക്ക് നോക്കുമ്പോൾ അതാ മാതൃവാണി മാസിക പ്രസ്സിൽ നിന്നും പേപ്പറുകളും കമ്പ്യൂട്ടറുകളും ഒഴുകി പോകുന്നു. അടുക്കള ഭാഗത്തു നിന്നും ഭക്ഷണ സാധനങ്ങൾ നിറച്ച പാത്രങ്ങളും വട നിറച്ച കുട്ടകളും സർവ്വ സാധനങ്ങളും ഒഴുകി നടക്കുന്നു. വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും അലമുറയിട്ട് കരയുകയാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന അവസരത്തിൽ എൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ ഒരു ചോദ്യം. കുട്ടികളില്ലാതിരുന്ന അവൾക്ക് 10 വർഷം കൂടി ഉണ്ടായ ഒരേ ഒരു മോൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ ഉണ്ടാവുമോ ചേച്ചി എന്ന ചോദ്യം എന്നെ തളർത്തിക്കളഞ്ഞു. എങ്കിലും ധൈര്യം വിടാതെ നിന്ന ഞങ്ങൾ നോക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച കാണാറായി. വെള്ളം കയറാത്ത ഒരു ഉയർന്ന തറയിൽ അമ്മ നിൽക്കുന്നു. അമ്മ വളരെ ഉച്ചത്തിൽ എല്ലാവരോടുമായി പറയുന്നു, മക്കളെ പേടിക്കണ്ട, അമ്മ ഇവിടെയുണ്ട്, പേടിക്കാതെ ശാന്തരായിരിക്കൂ എന്ന്. ആ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ പ്രവചനം കഴിഞ്ഞതും വെള്ളം ആർത്തലച്ചു വരുന്നതിന്റെ ശക്തി അല്പം കുറഞ്ഞു. ഉടനെ കുറെ സായിപ്പന്മാർ
വന്നു ഞങ്ങളോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവർ താഴെ കെട്ടിയ വലിയ വടത്തിൽ പിടിച്ച് ഞങ്ങൾ ആശ്രമത്തിലെ 16 നിലകളുള്ള ഒരു ഫ്ലാറ്റിലേക്ക് എത്തി. അവിടെ നിന്ന് അവർ കൈകോർത്ത് ചെങ്ങലയായി നിന്ന് ഞങ്ങളെ ഒരു വള്ളത്തിൽ കയറ്റി. അപ്പോഴേക്കും 100 കണക്കിന് വള്ളങ്ങളും ബോട്ടുകളും വന്നു ചേർന്നിരുന്നു. വിദേശികൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവർ ഓടി കടൽക്കരയിലുള്ള കുടിലുകളിൽ വയ്യാതെ കിടക്കുന്നവരെയും വയസ്സായവരെയും കോരിയെടുത്ത് ഓടിക്കൊണ്ടുവന്ന് ആശ്രമത്തിലെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വള്ളത്തിൽ കയറിയപ്പോൾ അടുത്തിരുന്ന ഒരു വൃദ്ധ പറയുകയാണ്, ഞാൻ ഒന്ന് കട വരെ പോയതായിരുന്നു മക്കളെ. തിരിച്ചു വന്നപ്പോൾ എന്റെ കുടിലുമില്ല, വീട്ടിലുണ്ടായിരുന്ന ഭർത്താവും മക്കളും ഒന്നും കാണുന്നില്ല എന്ന്. അപ്പോഴാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന സത്യം ഓർത്തത്. ഞങ്ങൾ വന്ന വണ്ടിയും ഡ്രൈവറും എവിടെയെന്ന കാര്യം. അയാൾ കടൽ തീരത്തിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വിശ്രമിക്കുകയായിരുന്നുവല്ലോ. ഞങ്ങൾ അക്കരെ എത്തിയതും ആളുകൾ ഓടുന്ന കൂട്ടത്തിൽ ഞങ്ങളും ഓടിത്തുടങ്ങി. എങ്ങോട്ടാണെന്ന് അറിയില്ല. അപ്പോഴേക്കും പരിസരത്തുള്ള വീടുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്നു. അവരോട് ചോദിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. അവർ പറഞ്ഞു മറുപടി ഇതായിരുന്നു, ടിവിയിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സുനാമി എന്ന പ്രതിഭാസമാണിത്. കടൽ കയറിക്കൊണ്ടേയിരിക്കുകയാണെന്നും മറ്റും. ചെരുപ്പ് പോലും ഇല്ലാതെയായിരുന്നു ഞങ്ങളുടെ ഓട്ടം. ഇതിനിടയിൽ കൂടി വലിയ ട്രക്കുകളിൽ, വലിയ വാഹനങ്ങളിൽ ശവശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും കാണാമായിരുന്നു. ചിലർ അല്പജീവനുള്ളവരെയും കൊണ്ട് ഓടുന്നതും കണ്ടു. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു. അതിൽ നിന്ന് ഡ്രൈവറിനെയോ വീട്ടിലേക്ക് പ്രദീപിനെയോ വിളിക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു രക്ഷയുമില്ല. എല്ലാ മൊബൈൽ ടവറുകളും വീണുപോയിരുന്നു. TV വാർത്ത കണ്ട് ഞെട്ടിത്തരിച്ച് പ്രദീപ് ഫോണിൽ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീട്ടുകാരെല്ലാം പരിഭ്രാന്തരായി നടക്കുന്ന വാർത്തകളായിരുന്നു എങ്ങും. ഇതിനിടെ ഏതോ ഒരു ബസ് വന്ന് ഞങ്ങളെ കയറ്റി കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വിടുകയും ചെയ്തു. അവിടെ ജനസാഗരമായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ എങ്ങനെയോ ഞങ്ങൾക്ക് വണ്ടി ഡ്രൈവറുടെ കോൾ വരികയും വളരെ പരിശ്രമിച്ച് തിരക്കിനിടയിൽ നിന്ന് ആ വണ്ടിയിൽ എത്തിപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞ കഥ അതിലും ഭയാനകമായിരുന്നു. രാവിലെ ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോയ ശേഷം അയാൾ വണ്ടിയിലിരുന്ന് മയങ്ങുകയായിരുന്നു. മയങ്ങുന്നതിനിടെ ഒരു ഒച്ച കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ കടൽ ആർത്തിരമ്പി കയറി വരുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. സർവശക്തിയും ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വെള്ളത്തിലേക്ക് പൂണ്ടു പോവുകയാണ് വണ്ടിയുടെ ചക്രങ്ങൾ. എങ്ങനെയോ സ്പീഡെടുത്ത് അയാൾ അവിടെ നിന്ന് റോഡിലേക്ക് എത്തിയപ്പോഴേക്ക് കാണുന്ന കാഴ്ച, കൂടെ പാർക്ക് ചെയ്തിരുന്ന മിക്ക വാഹനങ്ങളും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതാണ്. ഈ കഥകളെല്ലാം ഒരു വെള്ളിത്തിരയിൽ എന്ന പോലെ മരണം വരെ എന്നെ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നത്തെ സുനാമി കഥകൾ വീട്ടിൽ വന്നിരുന്ന് ടിവിയിൽ കണ്ടപ്പോഴാണ് ആ അത്ഭുത സത്യം മനസ്സിലാകുന്നത്. അന്ന് കരയോടടുപ്പിച്ച് താമസിച്ചിരുന്ന എല്ലാ കുടിലുകളും കടലെടുത്തു പോവുകയും വമ്പിച്ച ആൾനാശമുണ്ടാവുകയും ചെയ്തു. അമൃതപുരി സ്ഥിതി ചെയ്യുന്ന വള്ളിക്കാവ് എന്ന ആ ഒരു ചെറിയ ദ്വീപിൽ ഒരു കുഞ്ഞു പോലും മരണപ്പെട്ടിട്ടില്ലായിരുന്നു. 10,000 തിങ്ങി നിറഞ്ഞിരുന്ന ആശ്രമ പരിസരത്ത് നിന്നും ഒരു ജീവി പോലും അവശേഷിക്കാതെ വളരെ ത്വരിതഗതിയിൽ എല്ലാവരെയും മറുകരയിൽ എത്തിച്ചു. എല്ലാവരും പോയി എന്നുറപ്പാക്കിയിട്ടേ അമ്മ പുറപ്പെട്ടുള്ളൂ. അമ്മയുടെ ആ ഈശ്വരീയ ഭാവം വെളിപ്പെട്ട് കണ്ട ദിവസമായിരുന്നു അത്. അമ്മയും പോന്നു കഴിഞ്ഞ് ഒരിക്കൽ കൂടി ആ ഭീമൻ കടൽത്തിരകൾ വീണ്ടും ആഞ്ഞടിക്കുകയുണ്ടായി. അന്ന് രാവിലെ കണ്ട ആ ആശങ്കകൾ എന്തിനായിരുന്നു എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ തന്നെ ഇന്നും തുടരുന്നു. രാവിലെ ദർശനത്തിന് ടോക്കൺ കൊടുത്തു തുടങ്ങട്ടെ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇന്ന് ദർശനം നടക്കുമോ എന്ന് തോന്നുന്നില്ല എന്നതായിരുന്നു എന്ന് അന്തേവാസികൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവിടെ ഉടനെ തന്നെ ഒരു ഭൂമി പൂജ ചെയ്യണം, എന്തോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് അമ്മ പറയുകയും ചെയ്തുവെന്ന് രാവിലെ തന്നെ അന്തേവാസികൾ പറയുന്നുണ്ടായിരുന്നു ഈ കഥകളെല്ലാം. അതനുസരിച്ച്
പൂജകളെല്ലാം ചെയ്യുകയും ചെയ്തു. ആ ഭൂമിയിൽ ഒരാളുടെ പോലും ജീവൻ പൊലിഞ്ഞില്ല എന്നത് അമ്മയിലുള്ള ജനങ്ങളുടെ വിശ്വാസം 10 മടങ്ങാക്കി. മരണത്തെ മുന്നിൽ കണ്ട ആ നിമിഷങ്ങളിൽ ഈശ്വര ചൈതന്യമായി മുന്നിൽ വന്ന് ഞങ്ങളെ രക്ഷിച്ച ആ ദേവിയുടെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സുനാമി നേരിൽ കണ്ട പോലെയുണ്ട് രാധാജിയുടെ സംഭവകഥ. അന്നത്തെ 2004 ഡിസംബർ 26 പറഞ്ഞപ്പോഴേ അങ്ങനെ തന്നെ ഞാൻ ഓർത്തുവത്. എന്തായാലും ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നു. അകവും പുറവുമായി നമ്മുടെ സീനിയർ മോസ്റ്റ് ജോഷി ആഫീസൽ സാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. പരിപാടിയിലേക്ക് കാലികമായ ഒരു വിഷയത്തിന്റെ അകവും പുറവും കണ്ടെത്തുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. നിങ്ങൾ നൽകുന്ന പിന്തുണയും താല്പര്യവുമാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ 2026 ജൂൺ 8 തിങ്കൾ 1201 ഇടവം 25 ഇന്ത്യയിലെ ആകെ ജനനിരക്ക്, അതായത് ചരിത്രത്തിലാദ്യമായി ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിക്കും താഴെ എത്തിയതായി റിപ്പോർട്ട്. ദേശീയ തലത്തിലെ ജനന നിരക്ക് ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന 2.1 എന്ന മാനദണ്ഡത്തിനും താഴേക്ക് പോയി. ജനസംഖ്യാ സ്ഥിരത റേറ്റ് എന്നാൽ എന്ത്? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു 2.1 ആണ്. എന്താണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി? ഒരു രാജ്യത്തെ ജനസംഖ്യ കൂട്ടാതെയും കുറയ്ക്കാതെയും അതേ നിലയിൽ നിർത്താൻ വേണ്ട ജനന നിരക്കാണ്. മാജിക് നമ്പറാണ് 2.1. കുട്ടികൾ ബാർ ഒരു സ്ത്രീ. എന്തുകൊണ്ട് 2.1? എന്തുകൊണ്ട് 2.0 അല്ല? ഒന്നാമത്തെ കാര്യം, 2.0 ഈസ് ഈക്വൽ ടു അച്ഛൻ പ്ലസ് അമ്മ 2 പേർ. 2 കുട്ടികൾ ഉണ്ടായാൽ പകരം 2 പേർ ഈ ഭൂമിയിൽ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, 0.1-ൽ കൂടുതൽ വേണമെന്ന് പറയാൻ കാര്യം, ശിശുമരണം, രോഗങ്ങൾ, കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകൾ എന്നിവരുടെ പ്രശ്നങ്ങളെ നികത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് 2.1 ആണ് സ്ഥിരതാ നിരക്ക്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് 2026 ഇന്ത്യയുടെ TFR 1.9 ആണ്. ഇത് 2.1-ന് താഴെയാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ ജനസംഖ്യ കുറയുന്ന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്ക്, TFR സംസ്ഥാനങ്ങൾ 2.1 മുകളിൽ ബീഹാർ വരെയുണ്ട്. അതുപോലെ UP-യില് 3 ആണ്. മധ്യപ്രദേശിൽ 2.4 ഉണ്ട്. രാജസ്ഥാനിൽ 2.6 ഉണ്ട്. എന്നാൽ 2.1-ന് താഴെയുള്ള സംസ്ഥാനങ്ങൾ, അതിലൊന്ന് കേരളമാണ്. കേരളത്തിൽ 0.4, കർണാടക 1.6, പഞ്ചാബ് 1.6. കേരളം 98-ൽ തന്നെ 2.1-ന് താഴെ എത്തി. ഇപ്പോൾ 1.5 മാത്രം. 2.1-ന് താഴെ പോയാൽ എന്ത് സംഭവിക്കും? 2000 കുറഞ്ഞു തുടങ്ങും. ഇപ്പോൾ കുറയാത്തതിന്റെ കാരണം പഴയ തലമുറയിലെ ആളുകൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾ കൂടും. കേരളത്തിൽ 2021-ൽ 60+ പ്രായക്കാർ 16.5%.
2036 ആവുമ്പോൾ 23%. 3 തൊഴിൽ ചെയ്യുന്നവർ കുറയും, അവരുടെ എണ്ണം കുറയും, ജപ്പാൻ യൂറോപ്പ് എന്ന പോലെ. 4ാമത്തെ സംഗതി, സാമ്പത്തിക വളർച്ച കുറയും, ആളുകൾ കുറഞ്ഞാൽ ചെലവും കുറയും. ലോകത്തിന്റെ സ്ഥിതി, രാജ്യം TFR 2024 ദക്ഷിണ കൊറിയ 0.7, ലോകത്തെ ഏറ്റവും കുറഞ്ഞ TFR. ജപ്പാൻ 1.2, ചൈന 1.0, അമേരിക്ക 1.6, നമ്മളെക്കാൾ അല്പം കൂടെ കൂടുതൽ അവിടെയുണ്ട്. ഇന്ത്യ 1.9, ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ കേരളം 1.5 ആണ്. നൈജീരിയ 5.1. ഇന്ത്യയിൽ അപ്പോൾ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങും. UN കണക്ക് പ്രകാരം 2063 ഇന്ത്യയുടെ ജനസംഖ്യ ഏറ്റവും ഉയരത്തിലെത്തും, 170 കോടി. അതിനുശേഷം കുറഞ്ഞു തുടങ്ങും. ചുരുക്കം 2.1 ആണ് സ്ഥിരതാ നിരക്ക്. ഇന്ത്യ 1.9 ആയി, കേരളം 1.5 ആയി. വിഷയത്തിന്റെ പുറമാണിത്. അതായത് ഇനി ജനസംഖ്യ കുറയുന്ന കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഇതുവരെ പറഞ്ഞത് കണക്കുകളുടെ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രതിഭാസം എന്തൊക്കെയായിരിക്കും? ഞാൻ എന്റേതായ തലത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. വലിയ പ്രഗത്ഭരുടെ വിലയിരുത്തൽ പിന്നീട് മാധ്യമങ്ങളിലൊക്കെ ഇനിയും വരും. അപ്പോൾ ഈ വിഷയം താല്പര്യമുള്ളവർ അത് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്ന ചില വിഷയങ്ങളിലേക്ക് കടക്കാം. കണ്ടു തുടങ്ങിയിരിക്കുന്ന പ്രതിഭാസങ്ങൾ. 1, വിവാഹത്തിന് മടിക്കുന്ന ചെറുപ്പക്കാർ, അതിൽ പ്രധാനമായും പെൺകുട്ടികൾ. ഇതിലൂടെ അനേകം ചെറുപ്പക്കാർ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നു. ആണുങ്ങൾക്ക് പെൺകണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളത് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2, സാധാരണമായ ജോലികൾക്ക് പ്രാദേശികമായ ആളുകളെ ലഭിക്കാത്ത അവസ്ഥ നിലവിലുണ്ട്. 3, നിരവധി രംഗങ്ങൾ ഇക്കാലത്ത് അപ്രത്യക്ഷമായി. പ്രധാനമായും റിപ്പയറിംഗ് സെന്ററുകൾ, വീടുകളിലെ മെയിൻ്റനൻസുകൾക്ക് ആളുകളുടെ ലഭ്യത കുറഞ്ഞു. 4, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് വളരെ കുറഞ്ഞു. അക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉദാഹരണത്തിന് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കർഷകൻ, ടാപ്പിംഗ് തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കൂലിപ്പണിക്കാരൻ തുടങ്ങിയുള്ള സാധാരണ ജോലിക്കാർ ഈ ഗണത്തിൽപ്പെടും. എന്റെ മകൻ ഈ ഗണത്തിലെന്ന് പറഞ്ഞാൽ കെട്ടാൻ തയ്യാറാകും. എന്നാൽ ഇവരുടെ സേവനം നമ്മുടെ ജീവിത പ്രയാണത്തിന് അത്യന്താപേക്ഷിതമല്ലേ? ചുരുക്കം പ്രവൃത്തി ചെയ്യുന്നവരെ ഉയർന്ന വേതനത്തിന് വേണമെങ്കിൽ അതും കുറഞ്ഞിട്ടുണ്ട്. 5, മുമ്പ് ഗൾഫിൽ ജോലിയാണ് എന്ന് പറയുന്ന ആൺകുട്ടികൾക്ക് BSc നേഴ്സുമാരെ വരെ ധാരാളം കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് വിവാഹാലോചന വരുമ്പോൾ പയ്യൻ എന്ത് ജോലിയാണ് എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 6, അപ്പോൾ ഗൾഫ് ജോലിയാകട്ടെ, ഗവൺമെന്റ് സർവീസിലാകട്ടെ, താഴേക്കിടയിലുള്ള ജോലികൾ ഇത്തരണത്തിൽ വിലമതിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് വരുന്നു. വിവാഹാലോചനയിലുള്ള മറ്റൊന്ന് PR ഉണ്ടോ എന്നുള്ള പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും ഈ ചോദ്യമാണ്. മറ്റൊന്ന്, ആളുകളുടെ കൃഷിഭൂമിയും വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളും തരിശായിക്കൊണ്ടിരിക്കുന്നു. കാരണം പണിക്കാളില്ല. അത്യാവശ്യം പണിക്ക് ആരെങ്കിലും ലഭിച്ചാൽ നിലവിൽ അതിഥി തൊഴിലാളി ഉൾപ്പെടെ വലിയ വേതനം നൽകണം. 7, 2063 ആകുമ്പോൾ ഏറ്റവും ഉയർന്ന ജനസംഖ്യ 170 കോടി ജനമാകും. അതിൽ തന്നെ വലിയ പങ്ക് പ്രായം ചെന്ന ആളുകളായിരിക്കും. വൃദ്ധരുടെ പറുദീസയായി ഇതൊന്നു മാറും. ഇവരുടെ പരിചരണത്തിന് വളരെയേറെ ക്ലേശിക്കും. വീടുകളിൽ ഒന്നും അത് സാധ്യമല്ലാതാകും. ആശുപത്രികളിൽ കൂട്ടിരിപ്പിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കിടപ്പിലാകുന്നവരുടെ സ്ഥിതി അതിദയനീയമായിരിക്കും. 8ാമത്തെ കാര്യം, ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാകും. സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഇവയെ വിഴുങ്ങും. വലിയ പങ്ക് ആളുകളുടെയും ഷോപ്പിങ്ങുകൾ മാളുകളിലേക്ക് മാറും.
ഇവയ്ക്കെല്ലാം ഒരു ചെറിയ പരിഹാരം ഇതിനിടയിൽ ചൂണ്ടിക്കാട്ടട്ടെ. പുതുതലമുറ ആളുകൾ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യ അറിവുകളും സ്കില്ലുകളും സ്വന്തമാക്കുക. എത്ര ഉന്നതരായാലും, ഡോക്ടറായാലും, എഞ്ചിനീയർ ആയാലും, ആരായാലും അത്യാവശ്യം ചില ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് അറിഞ്ഞിരിക്കണം, പെയിന്റിങ് അറിഞ്ഞിരിക്കണം, വീട്ടുജോലിയും അറിഞ്ഞിരിക്കണം. ഇതിനൊന്നും ആളിനെ കിട്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക്, ഭാവിയിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ജനന നിരക്ക് വളരെ കുറഞ്ഞ ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന, അമേരിക്ക, ഈ രാജ്യങ്ങളെ നിങ്ങളൊന്ന് പരിശോധിക്കൂ. അവർക്കൊക്കെ പല കാര്യങ്ങളും സാധിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് ജനങ്ങളെ ആവശ്യമുണ്ട്. അത്തരക്കാരെ സ്വീകരിക്കാൻ അവർ മികച്ച അവർക്കത് സാധിക്കുന്നുണ്ട്. മികച്ച വേതനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആളിനെ ലഭിക്കും. അവിടെ ഉള്ളതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ജോലിക്ക് ആളെ കിട്ടുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യക്കാർ അവിടേക്ക് എത്തുന്നു. ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാശ് കിട്ടുമ്പോൾ നമുക്കൊരു മൂല്യമുള്ളതായിട്ട് തോന്നും. എന്തുകൊണ്ട് ഇവിടെ നിന്ന് ആരും ദക്ഷിണ കൊറിയയിലേക്ക് ജോലി തേടി പോകുന്നില്ല? ബിഗ് ക്വസ്റ്റ്യൻ. ജപ്പാനും ചൈനയും ചില കാര്യങ്ങൾക്ക് വിദേശങ്ങളെ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ പഠനാലയങ്ങളിൽ പഠിക്കാൻ ആളിനെ ആവശ്യമുണ്ട്. ജോലിക്ക് അവർക്ക് നിലവിൽ അധികം പേരെ ആവശ്യമില്ല. അതുകൊണ്ട് ജോലി തേടി പോകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. പഠിക്കാൻ പോകുന്നവരാണ് കൂടുതൽ. അവിടെ ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കാശ് മുഴുവൻ കൊടുത്തിട്ട് നമ്മളെ പഠിക്കാൻ അവർ വിളിക്കുന്നു. ജോലിക്ക് അവർക്ക് നമ്മളെ വേണ്ടതാനും. മറ്റൊരു രാജ്യമായ അമേരിക്കയിൽ ആളിനെ ആവശ്യമുണ്ട്. മുമ്പ് അത് കൂടുതലുണ്ടായിരുന്നു. ഇന്നിപ്പോ അവിടെയും ഒക്കെ ട്രംപൊക്കെ കുറെ നിരോധനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവർ ആളുകളെ സ്വീകരിക്കുന്നു. ജോലിക്ക് മാത്രമല്ല, ഒരുപക്ഷെ വേണമെങ്കിൽ കുടുംബമായി താമസിക്കാനും ഇത്തരത്തിലുള്ള ചില രാജ്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ നിന്ന് വിവാഹം കഴിക്കാനും സമ്മതിക്കുന്നുണ്ട്. ആളുകൾ ചെയ്യുന്നുമുണ്ട്. മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ആളുകളെ ആവശ്യമായി വരുമ്പോൾ നമുക്ക് വളരെ ഉയർന്ന വേതനം നൽകി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുമോ? എന്നെങ്കിലും അമേരിക്കയിൽ നിന്ന് നമ്മുടെ വീട്ടിലെ പറമ്പ് ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലത്തെ സാധാരണ ജോലിക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും വരുമോ? പക്ഷെ ഇവിടുന്ന് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ ആള് പോകും, ഹോട്ടലിൽ ജോലി ചെയ്യാൻ ആള് പോകും, വൃദ്ധരെ നോക്കാൻ ആള് പോകും. അതാണ് രൂപയുടെ മൂല്യവ്യത്യാസം. വീണ്ടും ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്ന ഉൾപ്പെടെ മറ്റിടങ്ങളിൽ നിന്ന് ഇവിടെയും ആവശ്യമായി വന്നേക്കാം. നിലവിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും അതിഥി തൊഴിലാളികളായി വരുന്നവരെ അത്തരത്തിൽ സ്വീകരിക്കുന്നവരും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നാം ആരും വലിയ തോതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒന്നും പ്രത്യാഘാതം അനുഭവിക്കണം എന്നില്ല. നമ്മളെ അത് അത്ര ഫീൽ ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ തീരെ ഇല്ലെന്ന് പറയാനും പറ്റില്ല. നാം ഇപ്പോൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്നത് വാർദ്ധക്യത്തിലും സഹായത്തിനും ആശുപത്രിയിൽ കൂട്ടിരിപ്പിനും മക്കളുടെ വിവാഹത്തിന് പങ്കാളിയെ കിട്ടാനുള്ള കുറവുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും 2 മക്കളാണ്. അതായത് മാതാപിതാക്കന്മാരായ നമ്മൾ ഒരു നാൾ മരിക്കണമല്ലോ. നമ്മൾ 2 ആളും തിരോഭവിക്കുമ്പോൾ പകരം 2 ആളുണ്ടാകുന്നു. അപ്പൊ ബാലൻസ് ചെയ്തു. എന്നാൽ ഏതാനും പേർക്ക് ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുക? മാതാപിതാക്കന്മാർ 2 ആൾ ഇവിടെ നിന്ന് ഇല്ലാതാകുമ്പോൾ പകരം 1 ആൾ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ ഒരു ലിംഗത്തിൽപ്പെട്ട കുട്ടി മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന അപകടം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. മക്കളില്ലാത്തവർക്ക് പകരക്കാർ ഇല്ല എന്നുള്ളതും
നാം ഓർക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് വിഷയം കുറെ കൂടി വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യരുടെ അഭാവം പരിഹരിക്കാൻ ഭാവി കാലത്തെ യന്ത്രങ്ങളും റോബോട്ടുകളും നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പണമില്ലാത്തവർക്ക് അത്തരം സേവനം വീണ്ടും മറ്റൊരു ചോദ്യചിഹ്നം. ഈ രാത്രിയിൽ ഇത്രയും മതി. വിഷയം താല്പര്യമുള്ളതാണെങ്കിൽ കൂടുതൽ ചിന്തിക്കുക, കൂട്ടായി ചർച്ച ചെയ്യാം. ഗൗരവമുള്ളതാണെന്ന് തോന്നിയാൽ മറ്റാളുകളുമായി ചർച്ച ചെയ്യുക. എല്ലാവർക്കും നന്മ തരുന്നു. വീണ്ടും ശുഭരാത്രി. വളരെ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സാർ ഇന്ന് അകവും പുറവുമായി എത്തിയത്. അപ്പോ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. ഈ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ഒരു മെമ്മോ ഒക്കെ കൊടുക്കുമ്പോൾ ഇനി അത് നോട്ടഡ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് മടക്കാറുണ്ട്. അതേപോലെ നമ്മളും ഇത് നോട്ട് ചെയ്യുക. എന്താണ് പ്രായോഗികമായിട്ട് നമ്മുടെ അഭാവത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും 2 ജീവൻ ഉണ്ടാവാൻ വേണ്ടി കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ, അതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ സാർ, ഇനി ഒരു പ്രത്യേക വിഷയമായി ഒരു തമിഴ് രുചിക്കൂട്ടുമായി വരുന്നു നമ്മുടെ പ്രിയ ഹമീദാജി. എല്ലാവർക്കും നമസ്കാരം. എന്നോട് പറഞ്ഞത് ഒരു തമിഴ് രസം വയ്ക്കാനാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ സാഹചര്യത്തില് എല്ലായിടത്തും ഫീവറും ചുമയും അങ്ങനത്തെ സാഹചര്യം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ആരോഗ്യപരമായ ഒരു രസം പറഞ്ഞു തരാം. നിങ്ങൾ രസമായിട്ടും ചോറിന്റെ കൂടെയും കൂട്ടാം, സൂപ്പ് പോലെ കുടിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട പ്രൈമറി അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിനും കൂടിയാണിത്. നമ്മള് വാളംപുളി കുറച്ചെടുക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിന്റെ വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല അല്ലെങ്കിൽ വാളംപുളി ഇഷ്ടമില്ലാത്തവർ, ശരീരത്തെ പിടിക്കില്ലാന്നുള്ളവർ അതിന്റെ അളവ് കുറയ്ക്കുക. വേണ്ടാന്ന് വെച്ചാൽ എടുക്കണ്ട. നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്ത് പിഴിഞ്ഞു വെക്കുക. നല്ല പഴുത്ത നാടൻ തക്കാളി 2 എണ്ണം ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ തൊണ്ട് കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മിളകും ജീരകം, നല്ല ജീരകം, നമ്മുടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ജീരകവും ജസ്റ്റ് ചൂടാക്കിയിട്ട് രണ്ടും സെപ്പറേറ്റ് പൊടിച്ചു വെക്കുക. നമ്മുടെ വീടുകളിൽ അത് ഉള്ള സാധനങ്ങളാണ്. ഇതിൽ നമ്മൾ ആകൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി വേവിക്കുക. അതിന് മാത്രമേ നമുക്ക് സമയമാകുള്ളൂ. തക്കാളി വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വാളംപുളി പിഴിഞ്ഞതിനകത്ത് തക്കാളി ഉടച്ചത് ഇട്ട് കുറച്ച് വെളുത്തുള്ളി, ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞേക്കാം, അത് വിട്ടുപോയി. ജീരകം, മിളക്, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിയില, പിന്നെ കുറച്ച് അയ്മോദകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് അയ്മോദകവും കൂടി വെക്കുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ജീരകം കഴിഞ്ഞിട്ട് വേറെന്തോ പറഞ്ഞത്? മിളക്, ജീരകം, പെപ്പർ അറിയോ? കുരുമുളക്. ഓക്കെ. നമ്മുടെ കടുക് വേണ്ട. കടുക് ആവശ്യക്കാർക്ക് അത് അവസാനം പറയാം. കടുക് വേണു നിർബന്ധമുള്ളവർ കടുകിനെ കൂട്ടിക്കോളൂ. ഇത് നമ്മുടെ പച്ചമുളകും, എന്റെ സമയം തീരും കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെക്കുക. തക്കാളി ജസ്റ്റ് വേവിച്ച് വെക്കുക. നല്ല പഴുത്ത തക്കാളി ആയിട്ട് എടുക്കണേ. നാരങ്ങ, നമ്മുടെ വാളംപുളി പിഴിഞ്ഞതിനകത്ത് ഈ തക്കാളി ഉടച്ചിട്ടിട്ടും ഈ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും അതിനകത്ത് ചുമ്മാ പച്ചയ്ക്ക് അതിനകത്ത് ഇടുക. കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് മറ്റേ കുരുമുളകിന്റെ പൊടിയും ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാൻ വിടുക. നമ്മൾ സാധാരണ നമ്മുടെ ഇതിനൊക്കെ രസം തിളയ്ക്കാൻ വിടില്ല, ജസ്റ്റ് കൂടി വരുമ്പോൾ ഇറക്കും. നമ്മൾ ഈ രസം അങ്ങനെയല്ല, നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. കറിവേപ്പില, ഈ പച്ചമുളകും വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വെച്ച് ചതയ്ക്കുക. എന്നിട്ട് മല്ലിയിടയുടെ തണ്ടും വെച്ച് ചതച്ചേക്കണം. അതിന്റെ ഇലകൾ മാത്രം മാറ്റി വെക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ
കുറച്ച് അരിമോദകം എടുത്ത് നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് 2 കൈയും വെച്ച് നന്നായിട്ട് തിരുമുക. കുറച്ച് മതി, ഒരു ഇത്തിരിപ്പോളം മതി. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഒരു ഇത്തിരിപ്പോളം എടുത്ത് നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമുക. തിരുമിയിട്ട് അതിന്റെ പൊടി ഊതി പറത്തിട്ട് ആ സാധനം ഈ തിളയ്ക്കുന്ന രസത്തിനകത്ത് ഇടുക. എന്നിട്ട് ഉപ്പും ഇടുക. നന്നായിട്ട് തിളച്ച് ഇത്തിരി കായത്തിന്റെ പൊടിയും ഇത്തിരി ഇടുക. എന്നിട്ട് നമ്മുടെ മല്ലിയില ഇട്ടിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും സാധനം ചെയ്ത് വെച്ചാൽ മതി. ഈ കടുക് നിർബന്ധം എന്ന് പറയുന്നവർ വേണമെങ്കിൽ, ഇതിനകത്ത് എണ്ണയില്ല, സോ ഹെൽത്തി ആണ്, നമുക്ക് വെറുതെ ആണെങ്കിലും കുടിക്കാം, ഭക്ഷണത്തിന്റെ കൂടെ കൂട്ടാം, നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഈ എരിവ് നിങ്ങളുടെ മിളകിന്റെയും പച്ചമുളകും കൊണ്ട് ഈക്വൽ ചെയ്താൽ മതി. കുരുമുളകും പച്ചമുളകും കൊണ്ട് ഈക്വൽ ചെയ്താൽ മതി. അവസാനം ഒരു ഇത്തിരി കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ ഇടിച്ചു കയറും. അപ്പൊ നമുക്ക് മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ അതും തുറന്നോളും. അതിനും ഒരു നല്ല ഒരു സൊല്യൂഷൻ ആണത്. ഈ കടുക് നിർബന്ധം വേണമെന്ന് വിചാരിക്കുന്നവർ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി ഒരു 2-3 ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് ഇത്തിരി കായപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിന്റെ മീതെ അങ്ങ് ഒളിച്ച് അടച്ചു വെക്കാം ആവശ്യമുള്ളവർ. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ ഈ രസം നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. മല്ലിയില അവസാനം അടുപ്പ് ഓഫ് ചെയ്തിട്ട് മല്ലിയില ഇട്ടിട്ട് അങ്ങടെ അടച്ചു വെച്ചേക്കണം. മല്ലിയില ഇട്ടിട്ട് തിളയ്ക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അഭ്യന്തരിക്കുന്നു. അഭ്യർത്ഥിക്കുന്നു. ഹമീദാജി ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഹമീദാജിയുടെ രസക്കൂട്ട് അപ്പൊ നന്നായിരുന്നു. ഇത് സാധാരണ നമ്മൾ ഈ രസം നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ കുടിക്കാറുണ്ട്. ഇപ്പൊ കുടിക്കുന്ന സൂപ്പ് ആണ് ഇപ്പോ രസമായിട്ട് ഹമീദാജി അവതരിപ്പിച്ചത്. വളരെ രസമായിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ റെസിപ്പി ഇടണേ. കഥ പറയാനായിട്ട്, കഥ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ പ്രദീപ് സാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കഥ പറയാൻ ഒരിക്കൽ കൂടി അവസരം കിട്ടിയ വളരെ സന്തുഷ്ടനാണ്. ഈ ധാരാളം കഥകൾ വായിച്ച് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നമ്മളെ സ്പർശിച്ച ധാരാളം കഥകളുണ്ട്. അപ്പോൾ അതില് ഏത് പറയണം എന്ന് ജേക്കബ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഏത് പറയണം എന്നുള്ളതിനെ പറ്റി സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളാണ്. ഈ 2026 ലോകകപ്പ് ഫുട്ബോൾ ഇപ്പോൾ ഓൾറെഡി കിക്ക് ഓഫ് കഴിഞ്ഞു. കോടാനുകോടി ജനങ്ങൾ, ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഇരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ടിവിയുടെ മുമ്പിലും കളി നേരിട്ട് കണ്ടും ഒക്കെ ആയിട്ട് ഈ കാൽപന്ത് കളി ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പ്രസന്റ് ചെയ്യാം എന്ന് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുകയാണ്. കഥയുടെ പേര് ഹിഗ്വിറ്റ എന്നാണ്. ഹിഗ്വിറ്റ എന്നുള്ളത് ഒരാളുടെ പേരാണ്. കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ NS മാധവനാണ്. NS മാധവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു IAS കാരനാണ്. ശരിക്കും റിട്ടയർ ചെയ്തു. 1975 IAS ബാച്ചിലുള്ള ആളാണ്. ബീഹാറിലാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്തത്. നമ്മുടെ കേരളത്തിന്റെ പ്രശസ്തനായ വ്യക്തിയായ ശ്രീ AK ആന്റണിയുടെ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ശ്രീ NS മാധവൻ. അദ്ദേഹത്തിന്റെ ഈ കഥയ്ക്ക് വളരെയധികം അപ്രീസിയേഷൻ കിട്ടി. എനിക്കൊന്ന് ഈ 20ാം നൂറ്റാണ്ടില്, അതായത് 1900 മുതൽ 2000 വരെയുള്ള ആ കാലഘട്ടത്തില് ഏറ്റവും നല്ല 10 കഥകളെ മലയാള മനോരമ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് ഹിഗ്വിറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞത് ഒരു ഗോൾ കീപ്പറാണ്, കൊളംബിയൻ ഗോൾ കീപ്പറാണ്. അപ്പോൾ 1990കളിലാണ് അദ്ദേഹം വളരെ പ്രശസ്തനായത്. അദ്ദേഹത്തിന് ഈ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗോളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അല്ല അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഗോളിയുടെ ഈ കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് വളരെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടാണ് ഹിഗ്വിറ്റ എന്നുള്ള ഒരു പേര് ഇതിനകത്ത് ഈ കഥയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് 3 പ്രധാന കഥാപാത്രങ്ങളാണുള്ളത്.
പ്രധാനം എന്നല്ല, എനിക്കൊന്ന് അപ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒന്നൊരു ഗീവർഗീസ് അച്ഛൻ. ഗീവർഗീസ് അച്ഛൻ പുരോഹിതനാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു സ്കൂളിലെ PT മാഷിന്റെ മകനാണ്. വലിയ ഫുട്ബോൾ പ്രേമിയും ഫുട്ബോൾ കളിക്കാരനുമാണ്. പക്ഷേ അദ്ദേഹം ഒരു ദൈവവിളി കിട്ടിയതിന് ശേഷം അദ്ദേഹം ഒരു അച്ഛനായി മാറുകയായിരുന്നു. പിന്നെ അതിനകത്തുള്ള ഒരു ലൂസി മരണ്ടി എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള ഒരു ആദിവാസി പെൺകുട്ടിയാണ്. അപ്പൊ ഈ ഗീവർഗീസ് അച്ഛൻ്റെ ഇടവകയിലെ പള്ളിയിലെ ഒരു സ്ഥിരമായിട്ട് വരുന്ന, അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ അത് കുറച്ച് വില്ലനിന്റെ ഒരു വേഷമുള്ള ജബ്ബാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഈ ബീഹാറിൽ നിന്ന് ലൂസിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന, അപ്പൊ ഡൽഹിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കഥ. അപ്പൊ ഞാൻ കഥയിലേക്ക് കിടക്കാണ്. ഹിഗ്വിറ്റ എന്ന വ്യക്തിയുടെ പറ്റി, ഗോളിയെ പറ്റി ഇതിനകത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആലോചിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ പുരോഹിതനെ നമ്മളെപ്പോഴും ഒരു പൗരോഹിത്യ ധർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ഷമ, സഹനം, കാരുണ്യം അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളൊരു പുരോഹിതനെ കാണുന്നത്. അതുപോലെ തന്നെ അപ്പം ഈ ഒരു ഫുട്ബോളിലെ ഒരു ഗോളി എന്ന് പറയുന്നത് ഈ ഗോൾ വലയം കാത്ത് നിൽക്കുക, അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, വരുന്നതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുക, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ വലിയ സംഘർഷങ്ങളെ, വലിയ തിരിച്ചടികളെ അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം സ്വന്തം ടീമിനെ വിജയത്തിലേക്ക് നയിക്കുക, പരാജയപ്പെടാൻ സമ്മതിക്കാതിരിക്കുക, വലിയ പാറ പോലെ ഉറച്ച് ഉള്ള ഒരു നിൽക്കുക എന്നുള്ളതാണ് ഈ ഗോളിയുടെ ജോലി. പക്ഷേ ഈ ഹിഗ്വിറ്റ എന്ന കൊളംബിയൻ ഗോളിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഗോൾ ലൈനിനകത്ത് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളല്ല. ഇടയ്ക്ക് അവസരം കിട്ടുമ്പോൾ പന്തുമായിട്ട് മുന്നോട്ട് പോയും അപ്പുറത്ത് പോയി വരെ ഗോൾ വരെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഈ കാലിൽ നിന്ന് പന്ത് വഴുതി പോവുകയും മറ്റുള്ള ആൾക്കാർ വന്ന് ഹിഗ്വിറ്റ ഓൾറെഡി ഓടി മൈതാന മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഗോളടിച്ച് ഈ ടീമിനെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധാരണ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടന്ന് കളിക്കുന്ന ഒരാളാണ് ഹിഗ്വിറ്റ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അധർമ്മത്തിനെതിരെ പൊരുതുന്ന, പ്രതികരിക്കുന്ന ഒരു പുരോഹിതന്റെ കഥയാണ് ഇത്. അപ്പൊ ഞാൻ കഥയിലേക്ക് തുടങ്ങുകയാണ്. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കാപ്രിയാറ്റി ഗീവർഗീസ് അച്ഛനോട് ഒരിക്കൽ, ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് അത് വായിച്ച പോലെ തന്നെ തോന്നി. 1 തവണയല്ല, പലതവണ. ഞാൻ ഇടയ്ക്ക് കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്താണ് വായിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. ഗീവർഗീസ് അച്ഛന്റെ ഇടവക തെക്കൻ ദില്ലിയിലായിരുന്നു. കുറച്ച് മലയാളികൾ, ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ, വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത കാലത്ത് കുറച്ച് ആഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ഫാദർ, അയാൾ പിന്നെയും വന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു. ആരാണ് ലൂസി? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അതേ ആൾ. അയാളുടെ പേരെന്താണെന്നാണ് ഈ പറഞ്ഞത്? ജബ്ബാർ. അതെ, ജബ്ബാർ, ഞാൻ ഓർക്കുന്നു. അയാൾ എന്തിനാണ് വന്നത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന്. ഗീവർഗീസ് അച്ഛൻ ദുർബലമായി മൂടി. പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. ഓർമ്മകൾ പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു. ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും ഓറത്തുണിയും വാങ്ങി പുറത്തു വിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും പഞ്ഞമാസങ്ങളിൽ, ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടികണ്ണം അടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത്. വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടിൽ ജോലി തരപ്പെടുത്തി. മാസാമാസം ജബ്ബാർ അവളെ കാണുവാൻ എത്തിയിരുന്നു. ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു. എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടുവരും. നെറ്റിയിൽ ഒട്ടിച്ച് വെക്കാവുന്ന പൊട്ടുകൾ, ചന്ദനം മണക്കുന്ന പൗഡർ, ഇങ്ങനെ പലതും. ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറഞ്ഞു, പണി നിർത്തി നീ എൻ്റെ കൂടെ വാ. ലൂസി നിസ്സംശയം അത് തന്നെ ചെയ്തു. അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികളുള്ള റെഡിമെയ്ഡ് സൽവാറും കമ്മീസും കൊണ്ടുവന്നു കൊടുത്തു. ചുവന്ന നെക്ലസിന്റെ ദുപ്പട്ട കൊണ്ട്
ചുവന്ന നൈലക്സിന്റെ ദുപ്പട്ട കൊണ്ട് തലമൂടി കറുത്ത കാപ്പിരി ചുണ്ടുകളിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് അണിഞ്ഞ് കൂടെ ചെല്ലുവാൻ ലൂസിയെ ജബ്ബാർ നിർബന്ധിച്ചു. അഴകിയ ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു. മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മുറിക്കുള്ളിലെ സേട്ട് നല്ല മനുഷ്യനാണ്. അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം, മുറിയിൽ കയറിയാൽ ഉടനെ 750 രൂപ അയാൾ തരും. അത് പുറത്തെത്തിക്കണം. പിന്നെ കാര്യം തീരുമ്പോൾ നിന്റെ മിടുക്കനുസരിച്ച് ബക്ഷീസ് നിനക്ക് മാത്രമാണ്. ലൂസി ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി. ജബ്ബാർ പുറകിലും. യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിൽ താഴിട്ട മുറിക്കുള്ളിലായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ നിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു. അവളുടെ തലമുടി പകുത്തതിന്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടുവിച്ചു. പിന്നെ ലൂസിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞ് അതേ സിഗരറ്റ് തന്നെ അവളുടെ ഉള്ളംകാലിന്റെ വെള്ളയിൽ ഇക്കിളിപ്പെടുത്തി. എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛന് ഓർമ്മ വന്നില്ല. കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറിയിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അശ്രദ്ധനായ ഗോളി പെനാൽറ്റി കിക്കുകളെല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു. ലൂസിക്ക് തെക്കൻ ജില്ലയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി, ജബ്ബാർ അറിയാതെ. പക്ഷെ അവളെ കണ്ടെത്തുവാൻ 10 ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല. എന്നിട്ട് ജബ്ബാറിനോട് നീ എന്തു പറഞ്ഞു? വരാൻ പറ്റില്ലെന്ന്. അത് നന്നായി. പക്ഷെ ജബ്ബാർ, നീ പോലീസിൽ പരാതി കൊടുക്കൂ, അച്ഛൻ ഉപദേശിച്ചു. പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോം വഴി? ഫാദർ എൻ്റെ കൂടെ. നീ പേടിക്കണ്ട, ഞാൻ പോട്ടെ. അച്ഛൻ മുറിയിലെത്തി. മൈതാനം ഒഴിഞ്ഞു കിടന്നു. പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നു. ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും. അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛൻ ഉറക്കം വന്നില്ല. ഇറ്റലിയിൽ നടക്കുന്ന ലോക ഫുട്ബോളിനെ കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV തുറന്ന അച്ഛൻ അതിന്റെ മുമ്പിലിരുന്നു. കുറച്ച് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യണം. TV-യിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. അച്ഛൻ കളി കണ്ടിരുന്നില്ല, ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛന്റെ അടുത്തെത്തി. ഫാദർ, ജബ്ബാർ അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. നീ ഒരിക്കലും പോകരുത്. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവനറിയാം. അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി ഫോണിൽ വിളിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളികളെ കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം. ഗീവറീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു. അച്ഛനും മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല, മറിച്ച് ആളുകൾ കൂട്ടം കൂടി തന്റെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഗോളികളെ കുറിച്ചുള്ള ഗീവറീസ് അച്ഛന്റെ പഠനത്തിന്റെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ് TV-യിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗ്വിറ്റ പ്രത്യക്ഷപ്പെട്ടു. താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധമായി ജടയഴിച്ചിട്ട ശിവനെ പോലെ നീണ്ട ചുരുളൻ മുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശമായി ഹിഗ്വിറ്റ ഗോളികൾക്ക് ഒരു അപവാദമായിരുന്നു. ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ്. പെനാൽറ്റി കിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു. പക്ഷെ ഹിഗ്വിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു. പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടംബലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങി. ഗീവറീസ് അച്ഛൻ മറ്റു ഗോളികളെ തെറ്റിച്ച് ഹിഗ്വിറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ്. തന്റെ 2 കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞു കിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അശ്രാവ്യമായ സംഗീതത്തിന്റെ ഉച്ചസ്ഥായികൾ ഹിഗ്വിറ്റ തീർത്തു. പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ 1-ാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു. അവളെ നോക്കി തലയാട്ടി. സംസാരിക്കാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി. മൈതാനത്തിന് നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഹിഗ്വിറ്റയെ കാണുവാനായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട് അനുഭവിക്കുവാൻ വിളറി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗ്വിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു, ശാന്തനായി, യാതൊരു ഗ്രഹോദരത്വം ഇല്ലാതെ. ഫാദർ, ലൂസി വിളിച്ചു. അച്ഛൻ നിന്നു. ഫാദർ, ഞാൻ ജബ്ബാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരുന്നു. പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ?
ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അവന്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും എന്നവൻ പറഞ്ഞു. നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ? ഒരുപക്ഷെ തിരിച്ചു ചെന്നാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും, ലൂസി അവിശ്വാസത്തോടുകൂടി പറഞ്ഞു. നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ? അയാൾ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും. നീ വാ. അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു. ലൂസിയെ പുറത്തു നിർത്തി മുറിക്കുള്ളിൽ കയറി പാന്റിന്റെയും ഷർട്ടിന്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും ഊരിവെച്ചു. എന്നിട്ട് ലൂസിയെയും കൂട്ടി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടന്നു. നീ കയറ്. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു. എവിടെയാണ് ജബ്ബാറിന്റെ വീട്? ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ്. അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു. മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു. തുരുണ്ട മുടിയും കൂട്ടുപുരികവും 5.5 അടിയോളം പൊക്കവുമുള്ള ജബ്ബാറിന്റെ മുഖത്തിൽ മീശ കറുത്ത് തുടങ്ങിയിരുന്നില്ല. എന്നിട്ടും അയാളുടെ മുടി നരച്ചു തുടങ്ങിയിരുന്നു. അപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം. ജബ്ബാർ ചോദിച്ചു, നീ വന്നോ? ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശിക്കകത്തെ കാളക്കെഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ. നീ അകത്ത് കയറ്. ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കെയാക്കി. ഇല്ല, ഗീവറീസ് അച്ഛൻ പറഞ്ഞു. അപ്പോഴും ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു. നീ അകത്ത് കയറുന്നുണ്ടോ? ഇല്ല, അച്ഛൻ പിന്നെയും പറഞ്ഞു. ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല. വികാരരഹിതമായ ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു, ലൂസി, ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത്? അല്ല, ലൂസി പറഞ്ഞു. അപ്പോൾ ജബ്ബാറിന്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പിന്നോട്ട് വെച്ചതും തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കളിക്കാൻ എത്തിയവർ ഗീവറീതേ എന്ന് ആർത്തതും ഒരുമിച്ചായിരുന്നു. ഗീവറീത കാലുയർത്തി അടിച്ചു. വിരുന്നെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു. അടുത്ത അടി കാല് പൊക്കിയായിരുന്നു. പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു. വലിയ അക്ഷരത്തിൽ ഓക്ലഹോമ എന്ന് എഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേപ്പിച്ച് ഗീവറീസൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ഈ ദില്ലിയിൽ കണ്ടുപോകരുത്. അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാല് കൊഴിഞ്ഞ് നിലത്ത് വീണു. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി. ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. അതാണ് ഹിഗ്വിറ്റ എന്ന കഥ, NS മാധവന്റെ കഥ. അപ്പോ നമ്മുടെ സ്വധർമ്മത്തിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് സമൂഹത്തിന്റെ അധർമ്മത്തിലേക്ക് നടന്നെടുത്ത് ഓടി പൊരുതി അതിനെ തോൽപ്പിക്കുന്ന ഹിഗ്വിറ്റ എന്ന ഗോളിയുടെ ഉപമയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന കഥയാണ് ഹിഗ്വിറ്റ എന്ന ഗീവറീസ് അച്ഛൻ്റെയും ലൂസി മെറണ്ടിയുടെയും കഥ. എല്ലാവരും ആസ്വദിച്ചെന്ന് കരുതുന്നു. സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. ഞാൻ ഹിഗ്വിറ്റയെ പറ്റി 1-2 ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഹിഗ്വിറ്റ ശരിയായ ക്യാരക്ടറാണ്. വളരെ രസകരമായ ഒരു പെനാൽറ്റി ഇരിക്കുമ്പോൾ അയാളുടെ കൈ നിലത്തൂത്തി കാല് അപ്സൈഡ് ഡൗൺ ആയിട്ട് നിന്ന് അതിനെ തടുക്കുന്ന രസകരമായ ഒരു വീഡിയോയും കൂടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും എന്നെ കിട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. എന്തായാലും വളരെ നല്ലൊരു കഥ. ജബ്ബാറിന് അച്ഛന്റെ വക ഒരു പെനാൽറ്റി കിക്ക് കൊടുത്തത് ഞങ്ങൾ വളരെ ആസ്വദിച്ചു. തിരിച്ച് വന്നപ്പോ അവസാനം ലോഹയും ഇട്ടോ പോയോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നു. എനിവേ, സാറിന്റെ അതെ, ഊരിവെച്ച ലോഹ തിരിച്ചെടുത്തിട്ടാണോ അകത്തോട്ട് പോയതെന്ന് മാത്രം എനിക്കൊരു സംശയം ഉണ്ടായി. ഇതിനകത്ത് അവസാനം പറയുന്ന ഏറ്റവും ക്രിട്ടിക്കലായിട്ടൊരു പോയിന്റ്, യാതൊരു ഗ്രഹാതുരത്വവും ഇല്ലാതെ അങ്ങനെ ഒരു ഹാങ് ഓവറും ഇല്ല. ഇങ്ങനെ കറക്റ്റാ ജോലി ചെയ്തിട്ട് അത് ചെയ്യേണ്ട കാര്യം ചെയ്ത് അതേപടി തിരിച്ചു വരികയാണ്. ഈ ഹിഗ്വിറ്റയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ബോള് മൈതാന മധ്യത കൊണ്ട് കൊടുത്തിട്ട് വളരെ കൂളായിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചു വരുന്നതിനെ പറ്റിയാണ് ഹിഗ്വിറ്റയെ പറ്റിയും ഈ കഥയിലൊക്കെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു. വളരെ നന്നായിരിക്കുന്നു. ഇനി ഈ കഥ കഴിഞ്ഞിട്ട് നല്ല ഒരു കവിതയുമായി എത്തുന്നു നമ്മുടെ പ്രിയ സുനിതാജിയെ വളരെ ഹൃദ്യതയോടെ ക്ഷണിക്കുന്നു.
ഗുഡ് ഈവനിങ് ആൾ. ONV കുറിപ്പിന്റെ കിളിത്തൂവൽ എന്നൊരു കവിതയാണ് ഞാൻ ഇവിടെ ഇന്ന് ആലപിക്കുന്നത്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുവാണേ. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു. കാറ്റിന്നലകളിലാലോലമാടിയ കാണാക്കിളീതൻ കിളുന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണു മെല്ലെ. ഞാനതെടുത്തു ഓടി നിന്നു. പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരാ തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു. ഏതു കിളീതൻ ചിറകുളിയിൽ നിന്നും ഏതുമീ തുള്ളിന്നിറ്റു വീണു. ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്ന് ചേക്കേറുവാനാ പക്ഷി പോയിരിക്കാം. ഇല്ലറിയില്ലെനിക്കൊന്നുമേ ഞാനതൻ ചില്ലലമാരിയിൽ കൊണ്ടുവച്ചു. എന്നുമുണർന്നു ഞാനും മരത്തെത്തുമ്പോൾ എന്നെ യഥാർദ്രമായി നോക്കും പോലെ എന്റെ മനസ്സൊരു പൂമരമാകുമ്പോൾ ഏതോ കിളിയതിൽ പാടും പോലെ ഏതോ കിളിയതിൽ പാടും പോലെ. താങ്ക് യു. താങ്ക് യു സുനിതാജി. അടുത്തത് ഒരു ധ്യാന കഥയുമായി എത്തുന്നു നമ്മുടെ ഹരിജി. ഓക്കെ, നമസ്തേ. ധ്യാനകഥയുടെ പേര് പിന്നെയും തോറ്റുപോയി. ഗുരു നിത്യ ചൈതന്യ എഴുതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കഥയാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നല്ല ധ്യാനിക്കാൻ ഓർത്ത് ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കഥയാണ്. കഥയുടെ പേര് പിന്നെയും തോറ്റുപോയി. ധ്യാന ഗുരുക്കന്മാർ എന്തു പറഞ്ഞാലും അതിൽ ധ്യാനാത്മകമായ ഒരു വ്യംഗ്യാർത്ഥം കൂടി ഉണ്ടായിരിക്കുക പതിവാണ്. അപ്രകാരം സംസാരിക്കുവാൻ അവർ സ്വന്തം ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ അടുത്തടുത്ത് താമസിച്ചിരുന്ന രണ്ട് ധ്യാന ഗുരുക്കന്മാർക്ക് ബുദ്ധിശാലികളായ രണ്ട് ബാലശിഷ്യന്മാർ ഉണ്ടായിരുന്നു. രണ്ടുപേരും അടുത്തുള്ള ചന്തയിൽ നിന്നും പച്ചക്കറി വാങ്ങുവാനായി എല്ലാ ദിവസവും പോകാറുണ്ട്. വഴിക്ക് വെച്ച് ബാലന്മാർ തമ്മിൽ കണ്ടുമുട്ടാറുണ്ട്. ഒന്നാമത്തെ ബാലൻ രണ്ടാമത്തെ ബാലനോട് ചോദിച്ചു, എങ്ങോട്ടാണ് സ്നേഹിത? രണ്ടാമത്തവൻ പറഞ്ഞു, കാലു കൊണ്ടുപോകുന്ന ദിക്കിലേക്ക്. അതിന് വല്ല സൂക്ഷ്മമായ അർത്ഥവും കാണുമെന്ന് വിചാരിച്ച് ഒരു പരാജയ ബോധത്തോടു കൂടി ഒന്നാമത്തവൻ മടങ്ങി വന്നപ്പോൾ ഈ വിവരം തന്റെ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു അവനൊരു ഉപദേശം നൽകി. നീ ഇനി അവനെ കാണുമ്പോൾ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കണം. അവൻ അപ്പോഴും അങ്ങനെ പറഞ്ഞാൽ കാലില്ലെങ്കിൽ എവിടെ പോകുമെന്ന് ചോദിക്കണം. രണ്ടാമത്തെ ദിവസവും അവർ കണ്ടുമുട്ടി. ഒന്നാമത്തവൻ ചോദിച്ചു, എങ്ങോട്ടാണ് ചങ്ങാതി? രണ്ടാമത്തവൻ പറഞ്ഞു, കാറ്റ് വീശുന്ന വഴിക്ക്. ഇത് കേട്ട ഒന്നാമത്തവൻ വീണ്ടും പരാജയബോധത്താൽ മൗനം പൂണ്ടു. തന്റെ ഗുരുവിന്റെ അടുത്ത് വന്ന് അന്നും താൻ തോറ്റുപോയതായി പറഞ്ഞു. ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, നാളെയും നീ ഈ ചോദ്യം തന്നെ ചോദിക്കണം. അവൻ ഈ ഉത്തരം പറഞ്ഞാൽ കാറ്റില്ലെങ്കിൽ എവിടെ പോകുമെന്ന് ചോദിക്കണം. മൂന്നാമത്തെ ദിവസവും അവർ കണ്ടുമുട്ടി. ഒന്നാമത്തവൻ ചോദിച്ചു, എങ്ങോട്ടാണ് ചങ്ങാതി? അവൻ മറുപടി പറഞ്ഞു, ചന്തയിൽ നിന്നും പച്ചക്കറി വാങ്ങുവാൻ പോകുന്നു. ഈ ഉത്തരമാണ് ഏറ്റവും വലിയ പരാജയം നൽകിയത്. താങ്ക് യു. പിന്നെയും തോറ്റുപോയി എന്ന ആ കഥയ്ക്ക് പേരിടാന് വളരെ അന്വർത്ഥമായ പേര്. വളരെ നന്നായിരുന്നു ഹരിജി. അപ്പൊ
ഇന്നത്തെ അവസാനത്തെ ഐറ്റം നമ്മുടെ ഒരു ഗാനവുമായി എത്തുന്നു പ്രിയ ഭാസ്കർ. കേൾക്കാൻ വേണ്ടി നെറ്റ് ഇടക്ക് കട്ടാവുന്നുണ്ടോന്ന് ഒരു സംശയമുണ്ട്. കേൾക്കാമോ? ഇല്ല, കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്താൽ മതി, നെറ്റ് കട്ടാവില്ല. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സ്. നാണം പൂത്തു വിരിഞ്ഞലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ. നാണം പൂത്തു വിരിഞ്ഞലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ. മായാവിരലുകൾ തൊട്ടാൽ മലരും മാദകമൗനങ്ങൾ നമ്മളല്ലേ. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ബസ് സാറേ, ഇതും ONV എഴുതിയതല്ലേ? അതൊന്നും അറിയില്ല, ആരെഴുതിയാണെന്നൊന്നും അറിയില്ല. എന്റെ ഓർമ്മ ONV തന്നെ കവിതയുമായി സുനിത വന്നു, ONV സിനിമാ ഗാനവുമായി ഭാസ്കർ. ഇനി നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നു. കവിതയും ഈ പ്രോഗ്രാമിന്റെ എല്ലാം ഫീഡ്ബാക്കിനും നന്ദി പറയാനുമായി പ്രിയ വിനോദൻ സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ പറയാൻ. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ ഇത്രയ്ക്കും ഗംഭീരമായ കാര്യങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് ശരിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എനിവേ രണ്ട് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും നമസ്കാരം. സമയം എടുത്തോളൂ, ഇന്ന് സമയം നോക്കണ്ട. അവതരിപ്പിക്കാൻ വന്നതെല്ലാം ആയിക്കോട്ടെ. സാരമില്ല. എല്ലാവർക്കും നമസ്കാരം.
പിന്നെ ഇന്നത്തെ ഈ മനോഹരമായ സായം സന്ധ്യയിൽ പുനർനവിയുടെ സാന്ദ്രലയം എന്ന പരിപാടി ഇത്രയും ആസ്വാദകരവും വിജയകരവുമാക്കിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി പ്രോഗ്രാം തന്നെയായിരുന്നു ഇത്. ഈ പരിപാടിയുടെ വിജയത്തിനായി വളരെ ചിട്ടയോടെ തിരശീലക്ക് പിന്നിലും മുന്നിലും അക്ഷീണം പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടിയുടെ അവലോകനം ഒരു ചെറിയ സമയം കൊണ്ട് പറയുക തീർച്ചയായും വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആദ്യമായി തന്നെ ഈശ്വര കൃപയുണ്ടെങ്കിൽ ഏതൊരു പരിപാടിയായാലും നല്ല ഭംഗിയായി നടത്താൻ പറ്റും. അപ്പോ ഇതിലേക്കായി നല്ലൊരു പ്രാർത്ഥന ആലോചിച്ച ഫിലോമിനാജിയോട് ആദ്യം നന്ദി പറയട്ടെ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടിക്കാലത്ത് നമ്മൾ എപ്പോഴും പാടിയും കേട്ടിയും കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ ആദ്യമായി ഫിലോമിനാജി മേഡത്തോട് നന്ദി ഞാൻ പറയട്ടെ. പിന്നെ കൂടാതെ സ്വതസിദ്ധമായ കഴിവുകളിലൂടെ കവിത, കഥ, രുചിക്കൂട്ട്, ഗാനം തുടങ്ങിയ പരിപാടികൾ നമ്മുടെ വേദിയെ സമ്പന്നവും ആസ്വാദകരവുമാക്കി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ചുരുങ്ങിയ വാക്കുകൊണ്ട് നന്ദി പറയട്ടെ. പിന്നെ ആദ്യമായി ദൈവമേ കൈതൊഴാം എന്ന് പാട്ടുപാടിയ ഒന്നും കൂടി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു ബാല്യകാലത്തിലെ നമ്മൾ പാടിയും കേട്ട ഒരു പ്രാർത്ഥനയായിരുന്നു. പിന്നെ വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം പറഞ്ഞ ഗീതാജിയോടും വളരെ നന്ദി പറയട്ടെ. പിന്നെ വളരെ സരളമായി ആസ്വാദകരമായും നല്ലൊരു അധ്യക്ഷ പ്രസംഗം നടത്തിയ അഡ്വക്കേറ്റ് ജേക്കബ് സാർ, പിന്നെ അദ്ദേഹം ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും ലോകം നേരിടുന്ന യുദ്ധഭീഷണിയും കഷ്ടപ്പാടുകളും മറ്റും എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സാറിനും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ അടുത്തതായി രാധാജി ഒരു സംഭവ കഥ അവതരിപ്പിച്ചു. സുനാമിയെ നേരിട്ട് കണ്ട ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. വളരെ ആസ്വാദകരവും ദുഃഖകരമായും കൂടി വളരെ ആസ്വാദകരമായിരുന്നു. നേരിട്ട് നമ്മൾ ഒരു സുനാമി കണ്ട ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. രാധാജിയോടും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ ഏറ്റവും രസകരവും ഗൗരവവും പ്രസക്തിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജോഷി സാർ അവതരിപ്പിച്ചത്. ശരിക്കിത് അകവും പുറവും എന്ന ഈ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ ശരിക്കും നമുക്ക് വളരെ ആഘാതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആ കാൽക്കുലേഷൻ 2.1 റേഷ്യോ അതൊക്കെ ഒന്നും കൂടി ജോഷി സാറിനായിട്ട് ഒരു ക്ലാസ് വെച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. കാരണം ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജോഷി സാർ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വളരെ നന്ദി. ഇതുപോലത്തെ പ്രഭാഷണങ്ങളും ഒന്നുകൂടി അവതരിപ്പിച്ച വളരെ നന്നായിരുന്നു. സാറിന് പ്രത്യേകം ഒരു സമയം കൊടുത്തിട്ട് ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിച്ച വളരെ നന്നായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് നല്ലൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിനും നല്ല രൂപത്തിൽ അവതരിപ്പിച്ചതിനും. പിന്നെ അധികം സാറിനെ പറ്റി പറയുന്നില്ല, കാരണം പറഞ്ഞ ഒത്തിരി ലേറ്റ് ആയി പോകും. അതുകൂടാതെ ഹമിതാജിയുടെ രസമുള്ള ഒരു രസക്കൂട്ട് വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വനിതാ അംഗങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് കേട്ടത്. നമ്മളത് കേട്ടാസ്വദിച്ചു, ഒരു രസം കുടിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത്. വളരെ നന്ദി ഹമിതാജി. ഒരു നല്ലൊരു വെറൈറ്റി സബ്ജക്റ്റ് തെരഞ്ഞെടുത്ത് വളരെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത്. പിന്നെ കഥ അവതരിപ്പിച്ച പ്രദീപ് സർ വളരെ നല്ലൊരു കഥയായിരുന്നു. അതുകൂടാതെ ഈ കഥ നമ്മുടെ മനസ്സിൽ ഏകദേശം നല്ലൊരു ഒരു തരംഗങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇതുപോലത്തെ കഥകൾ വായിക്കണം എന്ന് നമുക്ക് തോന്നി. അതുകൂടാതെ ജബ്ബാറിന്റെയും ഗിരിവർഗീസിന്റെയും ഒരു രൂപം നമുക്ക് മനസ്സിൽ കിട്ടി. അത് ലാസ്റ്റിൽ അതിന്റെ കൺക്ലൂഷൻ എത്തിയപ്പം നമ്മളെ കുറച്ചും കൂടി ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്, ഒരു ലൈറ്റ് ചിന്തിക്കാനുള്ള ഒരു തരംഗങ്ങൾ വിട്ടുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. കാരണം എന്ത് കുപ്പായ അണിഞ്ഞാലും
നമ്മുടെ ഡ്യൂട്ടി ഏത് ഡ്യൂട്ടി ആയിക്കോട്ടെ അത് കൃത്യമായി ചെയ്യുക, കൃത്യമായി മറുപടി കൊടുക്കുക. ഒരു നല്ലൊരു കഥയായിരുന്നു. അത് ഈ കഥ തിരഞ്ഞെടുത്ത് നല്ല രൂപത്തിൽ അവതരിപ്പിച്ച പ്രദീപ് സാറിന് 1000 നന്ദി. പിന്നെ നമ്മുടെ സുനിതാജിയുടെ കവിത കിളിത്തൂവൽ വളരെ മനോഹരമായിരുന്നു. വളരെ ഇതുപോലെ തന്നെ ഇനി കവിതകൾ ഉണ്ടാവട്ടെ. വളരെ നന്ദി അറിയിക്കട്ടെ. പിന്നെ ഹരിജിയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രത്യേക ഒരു കാര്യമായിരിക്കും അവതരിപ്പിക്കുക. ഒരു ധ്യാനകഥ പിന്നെയും തോറ്റുപോയി, വളരെ മനോഹരമായിരുന്നു. അത് കഥയുടെ ഹെഡിങ് പോലെ തന്നെ അതിന്റെ കൺക്ലൂഷനും വളരെ വിചിത്രവും വളരെ ഇരുത്തി ചിന്തിക്കുന്നതും ആസ്വാദകരവും നല്ല രസകരമായിരുന്നു. കൃത്യമായ ഉത്തരം ആരെയും തോൽപ്പിക്കുന്നുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ തന്നിരുന്നത്. പിന്നെ നമ്മുടെ ഗാനഗന്ധർവനായ ബാസി സർ, നല്ലൊരു ഗാനമായിരുന്നു. ഓരോ നാള് കഴിയും തോറും നല്ല നല്ല ഗാനങ്ങൾ ആണ് ആലപിക്കുന്നത്. ഇനിയും നല്ല ഗംഭീരമായിട്ടുള്ള ഗാനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഗാനം തെരഞ്ഞെടുത്ത് ഈ പുനർനവയുടെ ഈ പരിപാടിയിൽ കൊണ്ടുവന്നതിന് താങ്കളോടും വളരെ നന്ദി അറിയിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങൾ ഒരു ചെറിയ സമയം കൊണ്ട് കിട്ടുകയും പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. പിന്നെ നമ്മുടെ പല വീക്കെൻഡ് ആയതുകൊണ്ട് പല ടെൻഷനും കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമുക്ക് നല്ല രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഭാവിയിലും ഇതുപോലത്തെ നല്ല പരിപാടികൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. വിനോദൻജിയുടെ കവിതയില്ലേ? രാധാജി വിട്ടുപോയി അല്ലേ? രാധാജി പറഞ്ഞു. രാധാജിയുടെ കവിതയില്ലേന്ന് കവിത. അതെ, കവിതയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഇല്ല, വിനോദൻ സാറിന്റെ കവിത പാടുന്നില്ലേന്ന്. അത് കവിത അടുത്ത പ്രാവശ്യം ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് സമയം ലേറ്റായി. പിന്നെ കുഴപ്പമില്ല. നന്ദി പറഞ്ഞ വിനോദൻ സാറിന് എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തെറ്റുണ്ട്. ചന്ദനമണി വാതിൽ പാതി ചാരി എന്നുള്ളത് എഴുതിയത് ONV അല്ല, ഏഴാച്ചേരി രാമേന്ദ്രനാണ് എന്ന് ആരോ ഒരു തിരുത്തും ഇവിടെ എഴുതിയിരുന്നു. അത് ശരിയാണ്, ഏഴാച്ചേരിയാ. ആരാണെന്ന് ഓർമ്മയില്ല. എനിവേ, നല്ല പാട്ടായിരുന്നു. ഇന്നത്തെ വിനോദൻ സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രോഗ്രാം വളരെ എല്ലാവരും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഇന്ന് വളരെ ഹൃദ്യമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വക നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. സാറേ, താങ്ക് യു. ഹിറ്റ് നല്ല രസമായിരുന്നു. ഞാൻ